വയനാട് വൈത്തിരി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയെന്ന് കുടുംബം. കോളേജിലെ SFI യൂണിറ്റിലെ വിദ്യാർത്ഥികൾക്ക് മരണത്തിൽ ബന്ധമുണ്ടെന്നും കുടുംബം ജനം ടിവിയോട് വെളിപ്പെടുത്തി. മരണത്തിന് മുൻപ് സിദ്ധാർത്ഥൻ ഗുരുതരമായി മർദ്ദനത്തിനിരയായെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ജനം എക്സ്ക്ലൂസീവ്. ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് വയനാട് വൈത്തിരി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ BVSC വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് കുറക്കോട് സ്വദേശിയായ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബം ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മരണത്തിന് പിന്നിൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളുണ്ടെന്നും SFI യൂണിറ്റ് കമ്മിറ്റിയിലെ ചിലരുടെ അറിവോടെയാണ് സിദ്ധാർത്ഥന്റെ മരണമെന്നും പിതാവ് ജയപ്രകാശ് ജനം ടിവിയോട് പറഞ്ഞു. 14-ാം തീയതി അവന് അടി കിട്ടി. അവൻ്റെ റൂംമേറ്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് അവൻ അടിച്ചത്. റൂംമേറ്റ്സും ഈ സിഞ്ചോ എന്ന് പറഞ്ഞ 4th ഇയറിൽ പഠിക്കുന്നവൻ അവനും കൂടെ ചേർന്നിട്ടാണ് ഇവനെ അടിച്ചത്. അടിച്ചിട്ട് അവരെല്ലാവരും കൂടെ പേടിച്ചു പോയി. എവിടെ വന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണങ്ങൾ ഇവിടെ അവതരിപ്പിക്കുമോ അതിട്ട് അവൻ പേടിച്ചിട്ട് തിരിച്ച് റഹാനെ കൊണ്ട് വിളിപ്പിച്ചു. സിഞ്ചോയും അവൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും കൂടെ പോയിട്ട് സംഭവം നടന്ന 12 മണിയായി കാണും. അവരെല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് റൂമിൽ വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴ് അവരെല്ലാവരും കൂടെ ചെയ്ത് കെട്ടിത്തൂക്കി. മരണം സംഭവിച്ച ദിവസം കോളേജിൽ നിന്നും ഔദ്യോഗികമായി അറിയിപ്പുണ്ടായില്ലെന്നും കോളേജ് സ്വീകരിച്ചത് അംഗീകരിക്കാൻ കഴിയാത്ത നടപടികളെന്നും ഇതിൽ സംശയമുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അമ്മാവൻ പറയുന്നു. വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥനെ സുഹൃത്തുക്കൾ വിളിച്ചു വരുത്തി മരണത്തിലേക്ക് തള്ളിവിട്ടതാണെന്നും ആരോപണമുണ്ട്. തിരിച്ചുപോയ വെള്ളിയാഴ്ച മുതൽ ഇവന് നിരന്തരം ഈ കുട്ടികൾ ഏകദേശം 10-12 കുട്ടികളടങ്ങി ഈ ബാച്ച്മേറ്റും ക്ലാസ്മേറ്റും ഈ സീനിയേഴ്സും കൂടെ ചേർന്ന് സിഞ്ചോയുടെ നേതൃത്വത്തിൽ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. പാറപ്പുറത്ത് കൊണ്ടുപോയി അടിച്ചു, ദേഹോപദ്രവം ചെയ്തു, ഇടിക്കുക, എന്തോ കുറേ കാര്യങ്ങൾ ചെയ്തു. 3 ദിവസം തുടരെയാണ്. എന്നിട്ട് പരസ്യ വിചാരണ പെൺകുട്ടികളുടെ അടുത്ത് കൊണ്ടുവന്ന് പരസ്യ വിചാരണ ചെയ്തു. പരസ്യ വിചാരണ ചെയ്തതിൽ മാനസിക ബുദ്ധിമുട്ട് അവനുണ്ടായിട്ടുണ്ട്. എന്തായാലും സിഞ്ചോ ആൾ ഉൾപ്പെടെയുള്ള 4-5 പേര് ചേർന്ന് ഇത് ഒരു ആത്മഹത്യയാക്കി തീർത്തതാണ്. മരണത്തിൽ നീതി ലഭിക്കും വരെ നിയമപോരാട്ടം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, DGP, മനുഷ്യാവകാശ കമ്മീഷൻ, വയനാട് പോലീസ് ചീഫ് എന്നിവർക്ക് പരാതി നൽകിയതായും ബന്ധുക്കൾ പറയുന്നു. S. ശാലിനി, ജനം, തിരുവനന്തപുരം.